+1 വിദ്യാർത്ഥിനിയാണ്. ഇപ്പോഴത്തെ പ്രശ്നം പഠിക്കാൻ മാർക്ക് കുറവ്, പഠനത്തിൽ മാർക്ക് കുറവ് കാണുന്നു. പിന്നെ അവളുടെ സ്വഭാവത്തിൽ പതിവിലേറെ ഒരു ആവേശവും വളരെയേറെ സന്തോഷവും ഉത്സാഹമൊക്കെ കൂടുതൽ കാണുന്നു. വീട്ടിലെ അമ്മയ്ക്ക് ആവലാതി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവൾക്കുണ്ടോ, വേറെ ഏതെങ്കിലും കൂട്ടുകെട്ടിൽ ഇവൾ പെട്ടുപോയോ. ഇവളുടെ കുടുംബ സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൻ ഇവളുടെ ചെറുപ്പത്തിൽ മരിച്ചതാണ്. അമ്മയാണ് ഇവളെ വളർത്തിയത്, ഏക മകളാണ്. അപ്പോൾ ഈ മകളെ ഏറ്റവും നന്നായിട്ട് വളർത്തണമെന്നുള്ളതാണ് അമ്മയുടെ വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവൾക്ക് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് അമ്മയുടെ ഒരു വലിയ സന്തോഷവും സംതൃപ്തി എന്ന് പറയുന്നത്. 10ാം ക്ലാസ് വരെ മിടുക്കിയായിട്ട് പഠിച്ചിരുന്നു. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1 ചേർന്നതിന് ശേഷം ഇവളുടെ സ്വഭാവത്തിൽ ആകെ ഒരു മാറ്റം അമ്മ കണ്ടു തുടങ്ങി. ടീച്ചേഴ്സും ഇതേ കാര്യം തന്നെയാണ് അമ്മയോട് പറഞ്ഞത്. ഇവൾ 10ാം ക്ലാസ് വരെ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവളുടെ സ്വഭാവത്തിൽ പതിവിലേറെ ഒരു ഉത്സാഹം കാണാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പതിവിൽ കൂടുതൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. വീട്ടിൽ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ഒരു മകൾ, എല്ലാത്തിനോടും അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മകൾ. അമ്മ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു, കുർബാനയ്ക്ക് പോകാൻ വിളിക്കുമ്പോൾ കുർബാനയ്ക്ക് പോകുന്നു. എല്ലാത്തിനോടും അമ്മയോട് ഏറ്റവും നന്നായിട്ട് സഹകരിക്കുന്ന മകളാണ്. പക്ഷേ അമ്മയ്ക്കൊരു ആകുലത, ഇപ്പോൾ ഇവളുടെ സ്വഭാവത്തിലൊരു മാറ്റം വന്നു തുടങ്ങിയത് നല്ലതല്ലല്ലോ എന്നൊരു ചിന്ത ആകുലതയാണ്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം കൂടിയുണ്ട്. ഇവളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അമ്മയോട് പറഞ്ഞൊരു പരാതി, ഒരു ചിന്ത ഇതാണ്: 10ാം ക്ലാസ് വരെ അധികം സംസാരിക്കാതിരുന്ന ഇവൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ +1 അതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അധികം ആരോട് സംസാരിക്കാത്ത, കൂട്ടുകാരോടധികം സംസാരിക്കാത്ത, ഇടപഴകാത്തൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവൾക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. പക്ഷെ ഇവളുടെ സൗഹൃദത്തിൻ്റെ പ്രത്യേകത, ഇവൾക്ക് ആൺകുട്ടികളാണ് കൂടുതൽ സുഹൃത്തുക്കളായിട്ടുള്ളത്. ആൺകുട്ടികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. എപ്പോഴൊക്കെ ഇടവേളകൾ ക്ലാസ്സിൽ കിട്ടുന്നുവോ, പഠന സമയങ്ങളിൽ കിട്ടുന്നു, അപ്പോഴൊക്കെ ഇവൾ സംസാരിക്കുന്നത് ഈ ആൺകുട്ടികളോടാണ്. ഇവളെ കണ്ടപ്പോഴും ഇവൾ സംസാരിക്കുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് ഇവൾ പറയുന്നത്: പെൺകുട്ടികളൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല അച്ഛാ, കാരണം അവരൊക്കെ ചതിക്കുന്നവരാണ്, അവരൊന്നും ശരിയല്ല. പക്ഷെ ആൺപിള്ളേർ നല്ല പിള്ളേരാണ്, അവരൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് അവരെ സഹായിക്കാം. ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് എൻ്റെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളൊക്കെ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ പറ്റുന്ന വലിയ കാര്യമല്ലേ. പക്ഷേ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും അമ്മയും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അവർ പറയുന്നു ഞാൻ ആൺകുട്ടികളായിട്ട് കൂട്ടുകൂടുന്നു, അവരുമായിട്ടാണ് കൂടുതൽ സൗഹൃദം, എനിക്ക് ചില തെറ്റായ ബന്ധങ്ങളുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ അവരുമായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. എന്തോരം പ്രശ്നങ്ങളാണ് അവരെ പരിഹരിക്കപ്പെടുന്നത്. അവരാണെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കര ഓപ്പണാണ്. അവർക്ക് സംസാരിക്കാൻ എന്തോ സ്വാതന്ത്ര്യം എന്നോടുള്ളത് പോലെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇവരെ കാണുമ്പോഴൊക്കെ, ഇവരുടെ ഓരോ പ്രശ്നങ്ങൾ കാണുമ്പം ഞാൻ അവരോട് ഒരു സാരയുടെ അതൊക്കെ ശരിയാക്കി എടുക്കാം. ചിലപ്പോൾ അവരെന്നോട് പറയാറുള്ള വിഷയങ്ങളെന്ന് പോലും ചിലപ്പോഴൊക്കെ അവരുടെ ചില റിലേഷൻഷിപ്പ്, ചില പ്രണയബന്ധങ്ങൾ തകർന്നു പോയി, അവൾ ചതിച്ചു പോയി. അപ്പം ഞാനൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യും. അവരോട് പറയും, സാരടാ, ഇനിയും നമുക്ക് നല്ല കാര്യങ്ങളും നല്ല ബന്ധങ്ങളൊക്കെ വരില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. അവർ വല്ലാണ്ട് തകർന്നു പോകുമ്പം, അവർ വല്ലാണ്ട് വിഷമിച്ചു പോകുമ്പോൾ ഞാനാണ് അവരെ ശക്തിപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ അവർക്ക് ഞാൻ പറയുന്നതിലും വലിയ സമാധാനമാണ്. ചില കൂട്ടുകാരാണ്, സുഹൃത്തുക്കൾ പറയുന്നത് പോലും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബലം. നീയാകുന്ന സുഹൃത്ത് ഞങ്ങൾക്ക് വലിയൊരു ശക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ സുഹൃത്തുക്കളെ സഹായിക്കുന്നു, അവരോട് ഇടപഴകുന്നു. പിന്നെ 10ാം ക്ലാസ് വരെ അത്ര നല്ല ഇതുപോലെ ഞാൻ ഇടപഴകുന്ന ഒരു ശീലമില്ലാത്ത ഒരാളായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എനിക്കിതുപോലെ നല്ല സുഹൃത്തുക്കൾ, ആൺകുട്ടികളെ കിട്ടിയത്. അതുവരെ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്തുള്ള ആൺകുട്ടികൾ സുഹൃത്തുക്കളാണെങ്കിലും അത്ര വലിയ ധൈര്യം ഇല്ലാത്തവരാണ്. പെൺകുട്ടികളെ പിന്നെ ഞാനധികം സംസാരിക്കാറ് പോലുമില്ല. അവരൊന്നും അത്ര ശരിയല്ല. അവരൊന്നും ഇങ്ങനെ ഒരു തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യാനോ ഒന്നും തയ്യാറില്ല. പക്ഷെ ആൺകുട്ടികൾ അങ്ങനെയല്ല, നല്ല 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 വ്യക്തികളാണ്. അങ്ങനെയുള്ള നല്ല വ്യക്തികളെ കൂടുതൽ ഞാൻ പരിചയപ്പെടുന്നത് +1 കാലഘട്ടത്താണ്. അപ്പം അതുകൊണ്ട് കുറേയും കൂടി അവരോടുള്ള എൻ്റെ സൗഹൃദം കൂടുതലാണ്. അത് ശരിയാണ്. പിന്നെ പഠനത്തിൽ അല്പം പുറകിലേക്ക് പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനും അവൾ പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ: ഈ പഠിച്ചാൽ മാത്രം നമുക്ക് എല്ലാം ശരിയാകുന്നു ആരാ പറഞ്ഞത്? പഠിക്കാതെ തന്നെ എത്രയോ നല്ല മനുഷ്യർ ലോകത്ത് ജീവിക്കുന്നില്ലേ. പഠിക്കുന്നത് മാത്രമാണോ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം? പക്ഷെ അവളുടെ അമ്മ അവളോട് എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, നീ പഠിച്ച് മിടുക്കിയാകണം, നിന്നിലാണ് എൻ്റെ ആശ്രയം മുഴുവൻ,
നീ രക്ഷപ്പെട്ടിട്ട് വേണം നമ്മുടെ കുടുംബം രക്ഷപ്പെടാനായിട്ട്, നീ പഠിച്ച് വലുതായിട്ട് വേണം, നിനക്ക് നല്ല ജോലി കിട്ടിയിട്ട് വേണം. അല്ല, അപ്പം ഇവളുടെ അഭിപ്രായം എന്ന് പറയുന്നത് അമ്മ പറയുന്ന കാര്യങ്ങളോട് ഇവൾ യോജിക്കുന്നുണ്ട്. പക്ഷെ അവൾ പറയുന്നത് പഠിച്ചിട്ട് മാത്രമേ നമുക്കൊരു നല്ല ജോലി കിട്ടൂ, അല്ലാതെ ജോലി കിട്ടും, പഠിച്ചിട്ട് നമുക്ക് ഏറ്റവും നല്ല ഗ്രേഡ് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ജോലി സാധ്യതയുള്ളൂ. അല്ല, അതല്ലാതെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവൾ പറയുന്നത്. ഇപ്പം വേറെ അതല്ലാതെ പഠിച്ചു മികവിൻ്റെ പേരിലല്ലാതെ, പഠനത്തിൻ്റെ മികവിൻ്റെ പേരിലല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ അതൊക്കെ പണം സമ്പാദിച്ചുകൂടെ നമുക്ക്. എൻ്റെ കൂട്ടുകാരന്മാരോട് ഞാനത് പറയാറുള്ളപ്പോൾ അവർ പല മാർഗങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പം അവളെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്തുമാത്രം അച്ചടക്കത്തിൽ വളർത്തിയോ, അമ്മ എന്തുമാത്രം പ്രതീക്ഷകളോടെ വളർത്തിയോ അതിന് നേരെ വിപരീതമായിട്ട് പോകുന്നൊരു ചിന്തയാണ്. അതുമാത്രമല്ല, അവൾക്ക് അവളുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും കൂടുതൽ ആൺകുട്ടികളോടാണ്, കൂടുതൽ പെൺകുട്ടികളോടല്ല. വാസ്തവത്തിൽ അമ്മയെ ഇത് ഒരുപാട് ആകുലപ്പെടുത്തിയിട്ടുണ്ട്. ഇവള് ഇങ്ങനെ പോയാൽ എവിടെ വരെ എത്തും, ഇവളുടെ ബന്ധങ്ങൾ എന്തുമാത്രം നല്ലതാകും, എന്തുമാത്രം ഇനി മുന്നോട്ട് പോകുമ്പോൾ പഠനത്തിൽ ഇവൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇവൾക്ക് നല്ല ജോലി കിട്ടാൻ സാധ്യതയില്ല. ഇപ്പം പോകുന്ന പോക്കിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു നല്ല ജോലി കിട്ടാൻ സാധ്യതയില്ല. നാട്ടിൽ മുഴുവൻ പറഞ്ഞു കേൾക്കും ഇവൾക്ക് കുറേ ആൺ സുഹൃത്തുക്കളുള്ള ഒരാളാണ്, അപ്പോൾ ഇവളുടെ നല്ല കല്യാണം നടക്കാൻ സാധ്യതയില്ല. പിന്നെ അവരെല്ലാവരും ഇവളെ നല്ല രീതിയിലാണോ കാണുക എന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ പോയാൽ അച്ഛാ ഈ കാലം ഇതാണ്, എന്ത് സംഭവിക്കുന്നതാണ് അമ്മയുടെ ആകുലത. പക്ഷെ ഇവളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആകുലതയില്ല. ഇവള് പറയുന്നത് ഇത് അമ്മയുടെ സമാധാനത്തിന് വേണ്ടി മാത്രം അമ്മ ഇങ്ങനെ ആരെങ്കിലോടൊക്കെ സഹായം ചോദിക്കുന്നു, അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരോടും വിശേഷങ്ങളൊക്കെ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതൊരു വലിയ പ്രശ്നം ഉണ്ടെന്ന്. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു വശത്ത് അമ്മയുടെ അമിതമായിട്ടുള്ള ആകുലത, അമ്മയുടെ അമിതമായിട്ടുള്ള കരുതൽ, മകളെ സംരക്ഷിച്ച് വളർത്തി ഒരു തെറ്റിലും വീഴാതെ ഏറ്റവും നല്ല മകളായിട്ട് വളർത്തണം എന്നുള്ള അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം. അതിന് അമ്മ ഒറ്റയ്ക്കാണ് പൊരുതുന്നത്. അപ്പൻ മരിച്ചു പോയെങ്കിലും അമ്മയ്ക്ക് കിട്ടാവുന്ന സർവ്വ സാധ്യതകളും സാഹചര്യങ്ങളെയും അമ്മ ഉപയോഗപ്പെടുത്തി ഇവളെ പഠിപ്പിച്ച് വലുതാക്കി അതിലൊരു വലിയ ആത്മസംതൃപ്തി തേടുന്ന ഒരമ്മയാണ്. മറുവശത്താണെങ്കിൽ അമ്മയുടെ സ്വപ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിലൊന്നുമല്ല അവളുടെ സന്തോഷം. അവളുടെ സന്തോഷം എന്ന് പറയുന്നത് അവൾ ഒരുപാട് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു, അവളുടെ ബന്ധങ്ങൾ ഒരുപക്ഷെ കുറേയും കൂടിയും വിസ്തൃതമാക്കുന്നു. അമ്മ എവിടെയാണോ ചുരുക്കി പിടിക്കുന്നത് അവിടെയൊക്കെ ഇവള് വളരെ വിശാലമായി കാണുന്നു. അമ്മ പറയുന്നു, അധികം ആരോടും നീ സംസാരിക്കരുത്, നീ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതമാണ്, നിനക്ക് ഒരുപാട് ഇങ്ങനെ സുഹൃത്തുക്കൾ നീ അങ്ങനെ ഉണ്ടാക്കാൻ സാധ്യത, നീ ശ്രദ്ധിക്കണം, നിനക്ക് ചില അപകടങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും അവധി സമയങ്ങളിൽ ഇവൾ ഏതെങ്കിലും ഒരു ബന്ധു വീട്ടിലോ ഏതെങ്കിലും ഒരു ആഘോഷങ്ങൾക്കോ പോകണമെന്ന് പറയുമ്പോൾ അമ്മ പറയും വേണ്ട, കാരണം നീ പെണ്ണ, നീ ശ്രദ്ധിക്കണം, നീ പോയി കഴിഞ്ഞാൽ അവിടെ ആരോടൊക്കെ വർത്താനം പറയുക, എന്തൊക്കെയാ പറയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് നീ നോക്കിക്കോ, അപ്പനില്ല, ഞാൻ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്നു, ആളുകൾക്ക് പലതും പറയാം, അപ്പം അതുകൊണ്ട് നീ അധികം ഒരു സ്ഥലത്തേക്കും പോകരുത്. ഒരു വിനോദയാത്രയ്ക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല അമ്മ, കാരണം പോയാൽ നിന്നെ വേണ്ട ഇതിൽ സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അമ്മയുടെ ആകുലത. പക്ഷെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ പോലും ഇപ്പോൾ 10ാം ക്ലാസ് വരെ കൂടെ എല്ലാം വളരെ ഭംഗിയായിട്ട് അമ്മയോടൊത്ത് സഹകരിച്ചു. പക്ഷെ 11ാം ക്ലാസ് +1 എത്തിയപ്പം ഇവള് അമ്മ എന്തിനൊക്കെയാണോ ആകുലപ്പെട്ടത് അതിലൊക്കെ അതിസാഹസികമായിട്ട് പ്രവർത്തിച്ച് അതിസാഹസികമായിട്ട് ഇടപഴകി അതൊന്നും ഒരിക്കലും പേടിക്കേണ്ട കാര്യങ്ങളല്ല എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു തലയ്ക്ക് ഒരു പക്ഷെ എന്തുമാത്രം മുറുക്കി അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുവോ മറുതലയ്ക്ക് അവൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം മുഴുവൻ അവൾ മാക്സിമം എന്താണോ എതിർത്തത് അത് ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ അപകടമില്ലെന്ന് അവൾ തന്നെ അവളെ ബോധ്യപ്പെടുത്തുന്നു, കാണുന്നവരെ മുഴുവൻ ആ രീതിയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒരു അമിതമായ ആത്മവിശ്വാസം ഉണ്ടോ എന്ന് നമുക്ക് തോന്നാൻ ചിലപ്പോഴേ, കാരണം അമ്മ എന്തൊക്കെയാണോ എതിർത്തത് അതൊക്കെയാണ് അവൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്തൊക്കെയാണോ ആകുലപ്പെട്ടത് അതിലൊന്നും ആകുലപ്പെടാനില്ലെന്നാണ് അവൾ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിശ്രിതമായിട്ട് നമുക്ക് അവളുടെ ജീവിതത്തെ കാണാൻ പറ്റും. സത്യത്തിൽ എന്താ സംഭവിച്ചത്? അവൾക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അവളുടെ പഠനം താഴോട്ട് പോകുന്നു, പഠിക്കാൻ കഴിയുന്നില്ല. അവളെ മറ്റുള്ളവർ കാണുന്ന രീതി മാറി. കാരണം ഇത്രയും നാൾ നല്ല അടക്കം ഒതുക്കമുള്ള നല്ല കുട്ടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അവളുടെ സ്വഭാവത്തിൽ ആകെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവൾക്ക് എന്തോ അമിതമായ ഒരു ആൺ സുഹൃത്ത് ബന്ധങ്ങൾ കൂടി തുടങ്ങുന്നു. ഇനി ആ ബന്ധങ്ങളിൽ തന്നെ ശരിയായ ബന്ധമാണോ എന്ന് നാട്ടുകാർ മുഴുവൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് മുഴുവൻ സംശയിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഇവളുടെ ജീവിതവും സ്വഭാവവും ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നൊരവസ്ഥ. എല്ലാവരും
തെറ്റിദ്ധരിച്ചു പോകുന്നു എന്നൊരു ചിന്തയുണ്ട്. അപ്പം പഠനത്തിലെ കുറവും ഇവളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പരക്കുന്നതും കാരണം ഇവള് ഒരുപാട് പിന്നീട് ആകുലപ്പെടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ, എന്നെക്കുറിച്ച് അമ്മ ഒരു തെറ്റിദ്ധാരണ വിശ്വസിക്കേണ്ടി വന്നല്ലോ, എന്നെക്കുറിച്ച് ടീച്ചർമാർ, അധ്യാപകർ തെറ്റിദ്ധരിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് എല്ലാവരോടും അല്പം പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യം വരാൻ തുടങ്ങി. കാരണം ഇത്രയ്ക്കും നന്നായി ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്, പക്ഷേ എൻ്റെ അമ്മയും എൻ്റെ അധ്യാപകരും എന്നെ തെറ്റിദ്ധരിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സൈലൻ്റ് റിവഞ്ച്, ഒരു ശാന്തമായൊരു പ്രതികാരമാണ് അവൾ ചെയ്തത്. കാരണം അമ്മ പഠിക്കാൻ പറയുകയും പഠനത്തിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പം ആ പഠനത്തിൽ കുറവ് കാണിക്കുന്നു. അമ്മ എവിടെയാണോ നീ തുറന്ന് സംസാരിക്കും, നിനക്ക് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നീ എടുക്കും, നീ വായിൽ തോന്നിയത് മുഴുവൻ പറയും, നിൻ്റെ സംസാരം നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത് ഇവള് അമിതമായിട്ട് സംസാരിക്കുകയും, അമ്മ ആൺകുട്ടികളോട് സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ആൺകുട്ടികളോട് മാത്രമേ സംസാരിക്കൂ എന്നുള്ള നിർബന്ധം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവള് ആരോഗ്യപരമായ രീതിയിലല്ല ഇവളുടെ സാഹചര്യത്തെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരെയൊക്കെയോ ചിലപ്പോൾ തോൽപ്പിക്കാനോ, അല്ലെങ്കിൽ അതിനെ ഒരു തോൽപ്പിക്കാനെന്നുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്കതൊക്കെ ചെയ്യാൻ പറ്റും, ഞാനത് ചെയ്യേണ്ടതാണെന്ന് അമ്മയെ ബോധ്യപ്പെടുത്തുന്ന, സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു അമിതമായൊരു ആവേശം, ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഈ പെൺകുട്ടിയിൽ കാണാൻ പറ്റും. പക്ഷേ ഇത് മുന്നോട്ട് പോകും തോറും അത്ര നല്ല സുഖകരമായ സാഹചര്യം അല്ല. കാരണം വീട്ടിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. അമ്മ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും ഇവളെ തിരുത്താൻ തുടങ്ങും. കാരണം അമ്മയ്ക്ക് തിരുത്താൻ പറ്റാത്തൊരു കാര്യം, അമ്മ ഇവളോട് പറഞ്ഞ കാര്യങ്ങൾ ഇവൾ അനുസരിക്കാതെ വരുമ്പം വീട്ടിലെല്ലാ ചെറിയ കാര്യങ്ങളും അമ്മയ്ക്ക് ആകുലതയാണ്. അതുകൊണ്ട് അമ്മ ചെറിയ കാര്യങ്ങൾക്ക് മുഴുവൻ ഇവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. ഇവൾ കരുതുന്നു, എൻ്റെ വീട്ടിൽ മാത്രം സന്തോഷമില്ലാതിരിക്കുന്നു, കാരണം അപ്പനില്ല, അമ്മ മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും ആശ്രയിക്കാനൊരു സ്ഥലം, വീട്ടുകാർ ബന്ധുക്കളുടെ അടുത്തേക്ക് അധികം ഞങ്ങൾ യാത്ര ചെയ്യുന്നില്ല, അവരുടെ ബന്ധം ഞങ്ങൾ സ്ഥാപിക്കാനുള്ള ആഘോഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളിലൊന്നും ഞങ്ങൾ പോകുന്നില്ല. പക്ഷേ ഏറ്റവും അടുത്ത ബന്ധം ഈ അമ്മയും മകളും മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ബന്ധത്തിൽ ഒരു തകർച്ച, ഒരു അകൽച്ച വരാൻ തുടങ്ങി. അത് അവളുടെ വ്യക്തിജീവിതത്തെ ബാധിക്കാൻ തുടങ്ങി. സ്വസ്ഥത നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, പഠിക്കാനുള്ള ഏകാഗ്രത നഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ പേരിൽ അവൾ ഒരു പക്ഷേ ഈ ഒരു ബന്ധം കുറഞ്ഞു പോകുമ്പോൾ വേറൊരു ബന്ധങ്ങൾ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങും. കാരണം അവൾ ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്തിരുന്ന, ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നൊരു ബന്ധം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിക്കഴിയുമ്പം അറിയാതെ അവളോട് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന, അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്ന വ്യക്തികളോടുള്ള ബന്ധങ്ങൾ ഇവൾക്ക് കൂടാൻ തുടങ്ങും. കാരണം അതിന് ഒരു പക്ഷേ ഇവൾ പ്രതീക്ഷിച്ച സ്വാതന്ത്ര്യം വീട്ടിൽ കിട്ടിയില്ല, പക്ഷെ പുറത്താണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നു. അതുമാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ അവളോട് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾക്ക് തോന്നുന്നു, എൻ്റെ വീട് ഒരു ആരോഗ്യപരമായ വീടല്ല. വീട്ടിലെ സാഹചര്യങ്ങൾ, അപ്പൻ്റെ മരണം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, സംഭവിച്ചു പോയി. അമ്മയുടെ ആകുലതയും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. പക്ഷേ അവൾ കരുതുന്നത്, ഞാൻ എന്തോ ഒരു ആരോഗ്യപരമല്ലാത്തൊരു കുടുംബത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്, അതിൻ്റെ എല്ലാ കുറവുകളും എനിക്കുണ്ട്. അങ്ങനെയുള്ളൊരു ആത്മവിശ്വാസക്കുറവുകളിൽ വരാൻ തുടങ്ങും. അതിനെ പരിഹരിക്കാൻ അവൾ കാണുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, ആരോടും വളരെ ധൈര്യത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുന്നു, ആൺകുട്ടി സുഹൃത്തുക്കളോട് കൂടുതൽ ഇടപഴകുന്നു. അതിൽ എനിക്കറിയാം എന്നെ എങ്ങനെ നയിക്കേണ്ടത്, എനിക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള ഇടപഴകലുകളും വീട്ടുകാരോടുള്ള ഈ എതിർപ്പും ഇതൊക്കെ ഉള്ളിൽ വരുമ്പം പഠനത്തിൽ കുറവ് സംഭവിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇതിൽ നിന്ന് കരകയറി പോരാൻ പറ്റുക? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ എളുപ്പമല്ല. എന്ന് വെച്ചാൽ മരണം, രോഗം, നമ്മുടെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ, ഇത് നമുക്ക് ഒരു പക്ഷേ പ്രത്യേകിച്ചൊരു 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം നിയന്ത്രിക്കാൻ പറ്റും? ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതൊന്നും അവൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം, ഈ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്, ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഉൾക്കൊള്ളാൻ പറ്റുക. എൻ്റെ വീട്, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. ഇനി ഈ സാഹചര്യത്തെ ഞാൻ എങ്ങനെ വളരെ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ പറ്റും? എൻ്റെ അമ്മയുടെ ആകുലത സ്വാഭാവികമാണ്. ഏത് മാതാപിതാക്കൾക്കാണെങ്കിലും മക്കളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആകുലതയുണ്ടാകും. പ്രത്യേകിച്ച്
അപ്പൻ മരിച്ച് അമ്മ മാത്രം വളർത്തുന്ന ഒരു മകളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും അമ്മയ്ക്കുള്ള ആകുലത കൂടുതലാണ്. അമ്മയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവൾ. കാരണം അമ്മ എങ്ങനെയാണ്, അമ്മ ഇവളോടുള്ള ദേഷ്യം കൊണ്ടാണോ പറയുന്നത്, സ്നേഹം കൊണ്ടാണോ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി. ഉറപ്പായിട്ടും അമ്മ നടത്തുന്ന ഓരോ നിർദ്ദേശങ്ങളും ദേഷ്യം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. ഒരു അപകടം, ഒരു ആപത്ത് എൻ്റെ മകൾക്ക് പറ്റരുതേ എന്നുള്ളൊരു ആകുലത കൊണ്ടാണ് അമ്മ പറയുന്നത്. നീ ശ്രദ്ധിക്കണം, നീ എവിടെ പോകുമ്പോഴും ഒരു 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 ശ്രദ്ധ നിനക്ക് വേണം, നീ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം. പക്ഷെ ഇവള് മനസ്സിലാക്കിയത് എന്നെ അമിതമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു അമ്മയാണെന്ന് ചിന്തിച്ചു പോയി. അപ്പോൾ ഇവൾക്ക് വേണ്ടിയിരുന്നൊരു ചിന്ത, എൻ്റെ സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അംഗീകരിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ഇന്നിരുന്ന് നോക്കുന്നതല്ല. അമ്മ കടന്നു പോകുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്തൊക്കെയായിരിക്കും, ഒരു വീടിനെ സംബന്ധിച്ച്, ഒരു മകളെ സംബന്ധിച്ച് എന്തൊക്കെയായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, ഈ രണ്ട് സാഹചര്യങ്ങളും ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഇവൾ പ്രതികരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, അമ്മ എന്നോട് സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ആൺകുട്ടികളോട് വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് പറയാൻ കാരണം, ഒരു പക്ഷേ എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും ചിലപ്പോൾ പറയുമ്പം ഒരു അനാവശ്യമായ പ്രസ്താവനകൾ ഇറക്കാം. പക്ഷെ അത് രണ്ടും അമ്മ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്നും അവൾ സംസാരിക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല, ആൺകുട്ടികളോട് വർത്തമാനം പറയുന്ന വിരോധമില്ല. പക്ഷെ തെറ്റെന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടികൾ ആരും വിശ്വസിക്കാൻ കൊള്ളില്ലാത്തവരാണ്, ആൺകുട്ടികളാണ് വിശ്വസിക്കാൻ കൊള്ളുന്നവർ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് അവൾക്ക് തെറ്റായി മാറിയത്. എന്ന് വെച്ചാൽ പെൺകുട്ടികളും നല്ലവരാണ്, നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ, ഒരു പക്ഷേ ഏറ്റവും അധികം അവൾ ഇടപഴകിയത് അമ്മയോടൊപ്പമാണ്, അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അമ്മയാണ് എപ്പോഴും തിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത കയറി വരാം. കാരണം അപ്പനോടുള്ള ബന്ധം അധികം ആഴപ്പെടാൻ പറ്റിയിട്ടില്ല, അപ്പൻ കൂടെയില്ല. എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ലോങ്ങിങ്, ഒരു ആഗ്രഹമുണ്ട് അപ്പനെ പോലെ ഒരാളെ, ഒരു ഐഡൻറ്റിറ്റിയെ കൂടെ കൊണ്ട് നടക്കണമെന്ന്. കാരണം അവൾ കണ്ടു കാണും ചിലപ്പം ആങ്ങളമാർ, അപ്പനൊക്കെ കൂടെ നടക്കുന്ന പെൺകുട്ടികൾ എന്തുമാത്രം ധൈര്യത്തോടെയാണ് നടക്കുന്നത്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ശൂന്യതയുണ്ട് അപ്പൻ്റെ സ്ഥാനത്ത് ആരെങ്കിലുമൊക്കെ കാണാൻ. ഒരു ആൺകുട്ടി എന്ന് പറയുന്നതാണ് നല്ലവരെന്ന്. കാരണം അവൾ മിസ് ചെയ്യുന്നൊരു പാർട്ടാണ് ലൈഫിൽ. കാരണം അമ്മയോടൊപ്പം ആയിരുന്നു ജീവിതം. അമ്മ എപ്പോഴും അനുവദിക്കുന്നത് അമ്മയെപ്പോലുള്ള കൂട്ടുകാരികളോട് സംസാരിക്കാൻ, എന്ന് വെച്ചാൽ അമ്മയുടെ പ്രായമുള്ള കൂട്ടുകാരികളോട് സംസാരിക്കാൻ, അത് അല്ലെങ്കിൽ പെൺകുട്ടികളോട് മാത്രം സംസാരിക്കാൻ. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാൻ കഴിയാത്തൊരു കാര്യം, ഇവരെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ അറിയാത്തത് ആൺകുട്ടികളെ കുറിച്ചാണ്. അപ്പോൾ അവൾ മനസ്സിലാക്കിയത് ഇവരിൽ കാണുന്ന ചില കുറവുകളെ ഇവർ പർവ്വതീകരിക്കുകയും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ പറയുന്നത് അവരാണ് നല്ലത്, ഇവർ മോശം. അപ്പോൾ അതുകൊണ്ട് അവൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൺകുട്ടികളോട് ഉള്ള ബന്ധം പോലെ തന്നെ പെൺകുട്ടികളോടും ഒരു നല്ല ബന്ധം ആവശ്യമുണ്ട്. രണ്ടിനെയും സന്തുലിതമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ആവശ്യം. രണ്ടുപേരും നല്ലവരാണ്, ആരും മോശമൊന്നുമല്ല. ചിലപ്പോഴൊക്കെ പറയും, അവൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ആൺകുട്ടികൾ മോശമായത് കൊണ്ടല്ലേ അമ്മ എന്നോട് അവരോട് സംസാരിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അവൾക്ക് വാശിയാണ് ആൺകുട്ടികൾ നല്ലവരാണെന്ന് പറയുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ചിന്താഗതിയിലല്ല അവൾ സൗഹൃദം ഉണ്ടാകേണ്ടത്. എന്ന് വെച്ചാൽ അമ്മ മോശമായി പറഞ്ഞത് ഞാൻ നല്ലതായി പറയണം എന്നുള്ളത് കൊണ്ടല്ല. നല്ലവരായവരോട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു ആരോഗ്യപരമായ ബന്ധം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ പറയുമ്പം ടീച്ചേഴ്സിനാണെങ്കിലും കാണുന്നവർക്കൊക്കെ പറയാം, ആ കുട്ടി +1 മാറിയപ്പം നല്ല മാറ്റം കാണാനുണ്ട്, എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇടപഴകുന്നു, ആ ഒരു ആൺപെൺ വ്യത്യാസമില്ല, നന്നായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നു, അവരുമായിട്ട് നന്നായിട്ട് അവരെ സഹായിക്കേണ്ട സാഹചര്യങ്ങൾ, പഠന സാഹചര്യങ്ങളിൽ സഹായിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊരു ബന്ധമാണ് വേണ്ടത്. രണ്ടാമത്, അങ്ങനെ ഒരു നല്ല ബന്ധവും ആരോഗ്യപരമായ സമീപനങ്ങൾ ഉണ്ടായിക്കഴിയുമ്പം പകുതി ആകുലത മാറും. കാരണം ഇപ്പോഴുള്ള സമയം കൂടുതൽ ചെലവഴിക്കുന്നത് അവൾക്ക് തെറ്റിദ്ധരിച്ചതിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെയാണ് ഞാൻ കരുതിയത്, ടീച്ചർ പറഞ്ഞ വാദം ശരിയല്ല, ടീച്ചർ തെറ്റിദ്ധരിച്ചു പോയി എന്ന് പറയുന്ന ചില സമയങ്ങളെ ന്യായീകരിക്കാനുള്ള വാദങ്ങൾ പറയാനാണ് അവൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു പ്രതിസന്ധി ഇല്ലെങ്കിൽ അവൾ എന്തുമാത്രം സ്വസ്ഥമായിരിക്കും, എന്തുമാത്രം സമാധാനപരമായ സമയമായിരിക്കും. അപ്പോൾ ഈ സ്വസ്ഥതയും സമാധാനവും കിട്ടിക്കഴിയുമ്പോൾ അവൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഒരു സ്വസ്ഥതയും സമാധാനമുള്ള മനസ്സിന് മാത്രമേ ഏകാഗ്രമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന സമയത്ത് മുഴുവൻ ആകുലതയാണ്. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ കമൻറ്റ് ചെയ്തത്, എല്ലാവരും എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടല്ലോ. ഓട്ടോമാറ്റിക്കലി പഠിക്കാനുള്ള ഒരു ശ്രദ്ധയും ഒരു സ്വസ്ഥതയും നഷ്ടപ്പെടാൻ തുടങ്ങും.
മൂന്നാമത് നമുക്ക് വേണ്ടത് ഈ പഠനത്തിൻ്റെ സാഹചര്യത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ദീർഘവീക്ഷണം, ഒരു ലക്ഷ്യബോധമാണ് ആവശ്യം. കാരണം ഇവൾക്ക് തോന്നണം ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ, ഞാൻ നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നൊരു വ്യക്തിയായിട്ട് മാറിയാൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും, വൈകാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. പലപ്പോഴും സംഭവിക്കാറുള്ളത്, നമ്മുടെ പഠനത്തിൻ്റെ മികവ് കുറവുണ്ടാകുമ്പോൾ ലക്ഷ്യത്തിലെത്താനുള്ള സമയം ദീർഘമായിട്ട് മാറും. കാരണം ചിലപ്പം ഒരു പ്രാവശ്യം പരിശ്രമിക്കുന്നതിന് പകരം 2 പ്രാവശ്യം ശ്രമിക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ മാർക്ക് കുറവുള്ളതിൻ്റെ പേരിൽ മാർക്ക് കിട്ടിയവർക്ക് കൊടുത്ത ആ പോസിബിലിറ്റി കഴിഞ്ഞതിന് ശേഷമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പഠന നിലവാരം ഉയർന്നാൽ അവൾ ലക്ഷ്യത്തിലെത്തുന്ന സമയം ഏറ്റവും നേരത്തെയാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം നമ്മുടെ ആത്മവിശ്വാസം നന്നായി കൂടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എത്രയേ ഉള്ളൂ, സാഹചര്യങ്ങൾ നമുക്ക് എന്തു തന്നെ ആയാലും സാഹചര്യങ്ങൾക്ക് മീതെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നൊരു കോപ്പിംഗ് മെക്കാനിസം എന്ന് വെച്ചാൽ നമുക്ക് 2 രീതിയിൽ പ്രതികരിക്കാം. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പ്രതികരിക്കാം. പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒരു ശൈലി രൂപപ്പെടുത്താൻ കഴിയുക. പിന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു എന്നുള്ള ഒരു ആകുലത നമുക്ക് എപ്പോഴും ഉണ്ടാകാം. തെറ്റിദ്ധാരണകൾ കുറയ്ക്കാനുള്ള ചില സാഹചര്യങ്ങൾ നമുക്ക് സൃഷ്ടിച്ചുകൂടെ? അപ്പം അതിനുള്ളൊരു വിവേകമാണ് നമുക്ക് ആവശ്യം. മൂന്നാമത് കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സ്. ആ മനസ്സാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പരമാവധി പരിശ്രമിക്കാൻ പറ്റും. ആ പരിശ്രമം ഉറപ്പായിട്ടും നല്ല ഒരു നിലയിലേക്ക്, നല്ലൊരു ഭാവിയിലേക്ക് നമ്മളെ നയിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒരു വാശിയോടെ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമുക്ക് ചെറിയ അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഒരു നന്ദിയോടെ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ഇത് ആരോടും എന്നോട് കാണിക്കുന്നൊരു ശിക്ഷയല്ല, ദൈവം എന്നോട് കാണിച്ച ക്രൂരതയൊന്നുമല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പം വളരെ ക്രിയാത്മകമായിട്ട് ഏറ്റവും നന്നായിട്ട് പ്രതികരിക്കാൻ കഴിയും. നമ്മൾ വചനത്തിൽ, അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വചനത്തിൽ ആത്മാവിൻ്റെ നിറവ് വന്നു കഴിയുമ്പം ഏറ്റവും നന്നായിട്ട് പ്രതികരിക്കാനുള്ള ശേഷി, കൃപ കർത്താവ് തരുമെന്ന് പറയുന്ന പോലെ ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു വിവേകമുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതത്തെ ഒന്ന് വളരെ ദൈവാനുഗ്രഹത്തോടെ കാണാൻ പറ്റുക, ഇനി ഞാൻ എങ്ങനെ പോകണമെന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വലിയ പ്രത്യാശയുടെ അനുഭവമാണ് ആവശ്യം. ഈ പറയുന്ന സന്തോഷത്തെയും ആനന്ദത്തെയും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനേക്കാൾ അപ്പുറത്ത് ദൈവം എനിക്ക് തരുന്ന വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പം ഒരു പക്ഷേ ഈ വ്യക്തികളെ ആശ്രയിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ കുറേയും കൂടിയും കാണാൻ പറ്റും. ദൈവം തന്ന സാഹചര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഏറ്റവും നന്നായിട്ട് പ്രതികരിക്കുന്ന വ്യക്തിയായിട്ട് മാറാനായിട്ട് കഴിയും. അതുകൊണ്ട് ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്ന ഒരു ആത്മീയത വളർത്തിയെടുക്കാൻ, ഒരു പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കുമ്പം ഏറ്റവും നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പകയോടെ, ഒരു വാശിയോടെയാണ് ജീവിക്കുന്നതെങ്കിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും തെറ്റായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മകൾക്ക് വളർത്തിയെടുക്കേണ്ട ഒരു ഗുണം തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു വലിയ നന്മയെ കാണാൻ കഴിയുക. ആ നന്മ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആത്മീയത, ഒരു ദൈവാനുഭവത്തിൻ്റെ, ഒരു ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ഏറ്റവും നന്നായിട്ട് അതിജീവിക്കാൻ, പ്രതികരിക്കാനുള്ള കർത്താവിൻ്റെ കൃപ ഈ മകൾക്ക് തീർച്ചയായിട്ടും കിട്ടും.